പെണ്ണുങ്ങൾക്ക് ജാവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെണ്ണുങ്ങളെ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ 5 വക്ത് നിസ്കരിക്കുക, അടുക്കള ക്ലിയറാക്കി കൊടുക്കുക തന്നെ. അല്ലാതെ പെണ്ണുങ്ങളെ ഒരു മൊബൈൽ രാവിലെ മുന്നിൽ വെക്കുക, എന്നിട്ട് ഇങ്ങനെ ദിക്റിൽ കുത്തിരിക്കുക. ഇതല്ല പെണ്ണുങ്ങൾ എടുക്കേണ്ട പണി. ഇപ്പം പെണ്ണുങ്ങളെ ഇബാദത്ത് അതാ. അടുക്കളയിൽ പണിയെടുക്കാൻ പെണ്ണുങ്ങൾ നേരല്ല. പെണ്ണുങ്ങളൊരു മൊബൈലിടെ വെക്കും, അതിൽ പറഞ്ഞ ദിക്റൊക്കെ ചെല്ലും. പണ്ടുള്ള ആളുകളൊന്നും സ്വർഗത്തിൽ പോയിട്ടില്ലല്ലോ. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഖദീജ ബീവി എവിടെ ഇരിക്കും? ജീവി ചെല്ലണ ഈ ദിക്റൊക്കെ ഇപ്പൊ ഖദീജ ബീവി എഴുതിയിട്ടുണ്ടോ? അല്ല, സ്വർഗത്തിലെ രാജകുമാരി ഖദീജ ബീവിയാണല്ലോ. മൊബൈൽ ഇങ്ങനെ വെച്ചിട്ട് ദിക്റിൽ എവിടെയുണ്ട് ഖദീജ ബീവിക്ക്? നിങ്ങളെ പണി എന്താണ്? പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ശുദ്ധമായി ജീവിക്കുക, അവിടെ ശരീരം സംരക്ഷിക്കുക, ഭർത്താവിൻ്റെ ധനവും ഭർത്താവിന് മുതലും സംരക്ഷിക്കുക, കുട്ടികളെ വളർത്തുക, ഭക്ഷണം ക്ലിയറാക്കി കൊടുക്കുക. ഇതിനേക്കാളും വലിയ ഇബാദത്ത് എന്താ? ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഇബാദത്ത് പറയും. ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഇബാദത്ത് ഈ താഴ്മ ഭക്ഷണം കൊടുക്കലാണ്.